നമസ്കാരം. ഈ കോടതിയിൽ വന്നിരുന്ന് ഉറങ്ങുകയാണെന്നൊക്കെയുള്ള ഒരു പരാമർശം ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു കോടതി പറയാൻ പാടുള്ളതാണോ? ഞാനൊരു മനുഷ്യജീവിയല്ലേ, ചിലപ്പോൾ ഉറങ്ങിണ്ടാവുമെന്ന് എനിക്കറിയില്ല, വല്ലപ്പോഴും. പക്ഷെ ഞാൻ പരമാവധി ഉറങ്ങില്ല. പിന്നെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ച് ചൂട് എടുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മുകളിലിരിക്കുന്ന ആൾക്കല്ലേ കാണാൻ പറ്റൂ നമ്മളെന്ത് ചെയ്യണമെന്ന്. പറയുന്നത് കേട്ടാൽ തോന്നും വേറെ വക്കീലന്മാരും അവിടെ ഉറങ്ങാറില്ലെന്ന്. എല്ലാവരും ഒക്കെ ബോറടിക്കുമ്പോൾ ഉറങ്ങും അല്ലേ. ചിലപ്പോൾ ഊണ് കഴിച്ചിട്ട് ഇച്ചിരി നേരമൊക്കെ ഉറങ്ങി പോകും. പ്രത്യേകിച്ച് ട്രയലിലിരിക്കുമ്പോൾ ചൂടായിരിക്കുമ്പോഴൊക്കെ മനുഷ്യർ അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ആളെ മനസ്സിലായല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ വിവാദമായ ഒരു അതിജീവിത കേസുണ്ടായിരുന്നു. അതിൽ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് നിരവധി തവണ ട്രയലിലൊക്കെ പങ്കെടുത്തു എന്നൊക്കെ അവകാശപ്പെടുന്ന അതിജീവിതയുടെ വക്കീലാണ് മിനി TB എന്നാണ് അവരുടെ പേര്. ദിലീപ് നിരപരാധിയാണ് എന്ന് കണ്ട് കോടതി വെറുതെ വിട്ടതിന് ശേഷം സകലമാന ചാനലിലും കയറി, പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലൊക്കെ കയറി എന്തൊരു പ്രകടനമായിരുന്നു ഇവരുടെ. അതിൻ്റെ ഒരു 100-1 ആ ട്രയൽ നടക്കുന്ന സമയത്ത് ആത്മാർത്ഥത ആ കോടതിയിൽ കാണിച്ചിരുന്നു എങ്കിൽ കഴിഞ്ഞ ദിവസം കോടതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടത്തില്ലായിരുന്നു. എന്താണ് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞത്? അവർ പലപ്പോഴും ട്രയലിൽ പങ്കെടുത്തിരുന്നില്ല, വന്നാൽ തന്നെ ഇരുന്നുറങ്ങും, കൂടിപ്പോയ അരമണിക്കൂറൊക്കെ ഇരിക്കത്തുള്ളൂ, ഇരുന്നാൽ തന്നെ അവിടെ ഇരുന്നുറങ്ങും എന്ന് പറഞ്ഞു. ആദ്യം അവർ കോടതിയെ ആ ജഡ്ജിനെയൊക്കെ വിമർശിച്ചു. ഒരു കോടതി പറയേണ്ട കാര്യമാണോ, ജഡ്ജി പറയേണ്ട കാര്യമാണോ എന്നൊക്കെ പറഞ്ഞ് നഖശികാന്തം എതിർത്ത് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം കോടതിയിൽ CCTV മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആ തെളിവ് കൂടി പുറത്തോട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താ, ഞാൻ ചിലപ്പോൾ ഉറങ്ങിക്കാണും, ബോറടിക്കൂലേ, അവിടെ ഊണ് കഴിഞ്ഞിട്ട് കയറിയിരിക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരില്ലേ, അങ്ങനെ ഉറങ്ങിപ്പോയതാണ് എന്ന തരത്തിലൊക്കെ പറയുകയാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, ഈ കേരളം മുഴുവൻ എത്രയോ വർഷം കൊണ്ട് എത്രയെത്ര ചാനലുകളിൽ എത്രയെത്ര മണിക്കൂറുകൾ എത്രയെത്ര ദിവസങ്ങൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അത്രയും ഗൗരവമേറിയ ഒരു കേസിൻ്റെ ട്രയൽ നടക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങി എന്ന് വക്കീൽ ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്, ഞാൻ ചിലപ്പം ഉറങ്ങിക്കാണും, മുകളിലിരിക്കുന്നവർക്ക് കാണാമല്ലോ, ചിലപ്പം പറ്റിപ്പോയിരിക്കും എന്നൊക്കെ പറഞ്ഞ അവർ പുറത്തിറങ്ങിയിട്ട് എന്ത് പ്രകടനമാണ് നടത്തിയത്? അത് സകല ചാനലും കയറിയിരുന്നിട്ട്. അതും പോരാഞ്ഞിട്ട് ചാത്തൻ സേവ ഉണ്ടെന്ന് വരെ പറഞ്ഞു വെച്ചു ദിലീപിന്. ദിലീപ് ചാത്തൻ സേവയുടെ ആളാണ്, ചാത്തൻ സേവയൊക്കെ നടത്തിയിട്ടാണ് ദിലീപ് ജയിച്ചത് എന്ന് വരെ പറഞ്ഞു വെച്ച സ്ത്രീയാണ്. ഇത്രയും വിവാദമായ ഒരു കേസിൻ്റെ ട്രയൽ നടക്കുമ്പോൾ അവിടെ ആ ട്രയലിൽ പങ്കുകൊള്ളാതെ, അത് കേൾക്കാതെ, അല്ലെങ്കിൽ അതിന് മറുവാദം ഉന്നയിക്കാൻ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാതെ അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ദിലീപിനെ കുറ്റം, കോടതിയെ കുറ്റം, ജഡ്ജിനെ കുറ്റം, സകലമായ ആളുകളെയും കുറ്റം, ദിലീപിനെ പിന്തുണയ്ക്കുന്നവരെ കുറ്റം, ദിലീപിന് ചാത്തസേവ എന്ന് പറച്ചിൽ, ഇതിനൊക്കെ എവിടുന്നാണോ LLB കിട്ടിയതെന്തോ. ഒരുപക്ഷേ ആ തിരുവനന്തപുരത്തുള്ള പ്രമാദമായ വിവാദമായ ഒരു സ്ഥാപനം ഉണ്ടായിരിക്കുമല്ലോ, അവിടുന്ന് തന്നെയായിരിക്കും ഇവർക്കും LLB കിട്ടിയത്. അല്ലാതെ ഇതിനൊക്കെ എന്ത് കൂടുതൽ പറയാനാണ്.